topic is AC through an inductor. ഒരു കമ്പിച്ചുരുളിലൂടെ AC കറണ്ട് എങ്ങനെയാണ് ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്ത്, ഫേസ് എന്ത്, പവർ കൺസപ്ഷൻ എത്ര എന്നുള്ളതാണ് ഇവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ദിസ് ഈസ് എൻ ഇൻഡക്റ്റൻസ്. ഒരു ഇൻഡക്ടർ L ഇൻഡക്റ്റൻസ് ഉള്ളത് ഒരു AC-മായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്ത വോൾട്ടേജ് എത്രയാ? V = V0 sin omega t. അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല കേട്ടോ. സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. So there is a current flow. Current flow is represented as I. And what is the equation of current I? അതാണ് കണ്ടെത്തേണ്ടത്. ഈ സർക്യൂട്ടിൽ അനുയോജ്യമായ ഇക്വേഷൻ കൊടുക്കണം. And you find the relation between voltage and current. ഞാൻ എസ്എ ടോപ്പിക് തുടങ്ങുന്നത് എങ്ങനെയാണ്? Applied voltage. Applied voltage V equal to V0 sin omega t. Equation number 1. ഇനി വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ അവിടെ എഴുതാൻ പറ്റില്ല, കാരണം അതൊരു പ്യുവർ കണ്ടക്ടറിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ അനുയോജ്യമായ ഇക്വേഷൻ വേണം കിട്ടാൻ. ഒരു ഇൻഡക്ടറിനെ സംബന്ധിച്ച് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ ഇതാണ്, -L × di/dt. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലും ചാപ്റ്ററിലുള്ള ഇക്വേഷൻ ആണിത്. -L is the self inductance of the solenoid and di/dt. നമുക്ക് di യിൽ എടുക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമായി അയാളെയാണ് കിട്ടേണ്ടത്. ഇത് ഓപ്പോസിഷൻ ഉണ്ടായ, നമ്മൾ കൊടുത്ത വോൾട്ടേജിനെ എതിർത്തുകൊണ്ടുണ്ടായ EMF ആണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ്. രണ്ട് ഈക്വൽ ആയതുകൊണ്ട്, ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സിൽ ഈക്വൽ ആയതുകൊണ്ട് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് അപ്ലൈഡ് വോൾട്ടേജ് ക്യാൻ ബി റിട്ടൺ ആസ് ഈസ് ഈക്വൽ ടു L × di/dt. അപ്ലൈഡ് വോൾട്ടേജിന് നമ്മൾ കൊടുത്ത പേരെന്താ? V ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇൻ എ ഇൻഡക്റ്റീവ് സർക്യൂട്ട് V is equal to L × di/dt. That is, from here you find the value of di. Di is equal to V × dt തിരിച്ചു കൊണ്ടുപോകും by L. That is, I is equal to integral V/L dt. That is equal to integral. What is V? V equal to V0 sin omega t. V0 sin omega t by L into dt. That is equal to integral V0/L constant. So it is taken outside. V0/L into integral sin omega t dt. sin omega t integrate ചെയ്ത് എന്താ കിട്ടുക? -cos omega t by omega ആണ്. So I can write I is equal to V0/L into -cos omega t by omega. So it is written as -V0/omega L into cos omega t. V0 എന്താ? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് ω/L എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. കാരണം വോൾട്ടേജിനെ തടസ്സം കൊണ്ട് അരിച്ചാലാണ് കറന്റ് കിട്ടുക. അപ്പൊ ω/L ഒരു തടസ്സമാണ്. ആര് കൊടുക്കുന്ന തടസ്സമാണ്? കമ്പിച്ചുരുൾ കൊടുക്കുന്ന തടസ്സമാണ്. ഈ കമ്പിച്ചുരുൾ കൊടുക്കുന്ന തടസ്സത്തെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക XL എന്നാണ്. സോ ഐ ക്യാൻ റൈറ്റ് XL is equal to ω/L, which is known as inductive reactance. ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് എന്നല്ല വിളിച്ചത്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നാണ് വിളിക്കുക. കമ്പിച്ചുരുൾ കൊടുക്കുന്ന തടസ്സത്തിന്റെ പേരാണ്. റിയാക്ടൻസ് എന്ന് വിളിക്കാൻ കാരണം ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്ന ഒരു തടസ്സമാണത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. So voltage maximum value divided by opposition, that can be written as maximum value of current. So this can be written as -I0 cos omega t. This is the result. റിസൾട്ട് കറണ്ടിന്റെ കിട്ടിക്കഴിഞ്ഞാൽ ഫേസ് കമ്പയർ ചെയ്ത് നോക്കണം. പക്ഷെ ഫേസ് കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ω/t കോസ് ഫോമിലും ഇവിടെ ω/t സൈൻ ഫോമിലുമാണ്. കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടും സൈൻ ഫോമിൽ വരണം. അപ്പൊ ഞാൻ cos ω/t ഒന്ന് മാറ്റാൻ പോവാണ്. യു നോ cos theta equal to sin 90 minus theta. അപ്പൊ cos ω/t എന്നുള്ളത് എന്തായിരിക്കും? sin 90 minus ω/t ആയിരിക്കും. ശരിയല്ലേ? ആ റിലേഷൻ ഞാൻ ഇതിലേക്ക് കൊടുത്താൽ I can write I is equal to -I0 sin 90 minus ω/t. 90 നമുക്ക് ഇങ്ങനെ എഴുതാം, π/2. So it is sin π/2 minus ω/t. ഈ മൈനസിനെ ആ ഫേസിലേക്ക് കൊണ്ടുവന്നാൽ ഈ മൈനസ് ഇവിടെ കയറി ഇത് -π/2 ആവും, ഇത് +ω/t ആവും. So I can write I is equal to I0 sin ω/t. മൈനസ് പ്ലസ് ആയി, -π/2 +π/2 -y. So this is the equation of current.
Now you can compare equation 1 and 2. കാരണം ഇവിടെ വരുന്ന ഫേസ് ടൈം സൈൻ ഫോർമാറ്റിലാണ്, ഇവിടെ വരുന്ന ഫേസ് ടൈം സൈൻ ഫോർമാറ്റിലാണ്. ഫേസ് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരേ ഫേസ് ആണോ? അല്ല. ഒരാൾക്ക് ഒമേഗ ടി ആണെങ്കിൽ അടുത്ത ആൾക്ക് ഒമേഗ ടിയിൽ നിന്ന് 90 ഡിഗ്രി അഥവാ π/2 റേഡിയൻ കുറവാണ്. അപ്പൊ നിങ്ങൾ ഏരോ മാർക്ക് വരയ്ക്കുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരയ്ക്കാൻ പറ്റില്ല. ഒരാൾ വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി പുറകിൽ വേണം അടുത്ത ആൾ വരയ്ക്കാൻ. ആംഗിൾ അളക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. മനസ്സിലായല്ലോ? അപ്പൊ പുറകിൽ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസിലേക്ക് ആ ആംഗിൾ രേഖപ്പെടുത്തിയിരിക്കണം. കാരണം ആന്റി ക്ലോക്ക് വൈസിലേക്കാണ് മുന്നോട്ട് ആംഗിൾ അളക്കുക. സോ ദ ഫേസർ ഡയഗ്രാം വിൽ ബി, ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുന്ന ആളാരാ? അത് വോൾട്ടേജ് ആണ്. ഇനി ഇങ്ങോട്ട് പറയുന്ന ആംഗിൾ പോസിറ്റീവ് ആണ്. നമുക്ക് വേണ്ടത് 90 ഡിഗ്രി പുറകിലാണ്, നെഗറ്റീവ് വരുന്ന ആംഗിളാ. അപ്പൊ 90 ഡിഗ്രി പുറകിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇങ്ങോട്ട് വരയ്ക്കണം. ഈ നീളത്തിന് അത്രയും നീളം കറണ്ടിന്റെ ആരോ മാർക്കിനില്ല. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് I. എത്ര ഡിഗ്രിയാ? π/2 റേഡിയൻ. ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം. അപ്പോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആയി, കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, ഫേസർ ഡയഗ്രാം വരച്ചു. ഓക്കെ അല്ലോ? ഇനി അടുത്ത വേണ്ടത് എന്താ? പവർ കൺസപ്ഷൻ ഇൻ ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ പവർ എത്രയാണ് കൺസ്യൂം ചെയ്യുന്നത്? പവർ ഇൻ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ കൺസ്യൂം ചെയ്യുന്ന പവറും കൂടി നമുക്ക് നോക്കാം. P average is equal to integral 0 to t voltage into current dt divided by the time period. So you can write it is integral 0 to t v0 sin omega t. I0 ന്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ഒരു കോസ് വന്നിരുന്ന ടേം ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിരുന്നത്. -I0 cos omega t dt divided by capital T. കോൺസ്റ്റന്റുകളെ മാറ്റിയിട്ടാൽ -v0 I0 by capital T into integral 0 to t sin omega t cos omega t dt എന്ന് വരും. sin omega t cos omega t dt ഉത്തരം നമ്മൾ ഇന്റഗ്രേഷൻ ആദ്യം പറഞ്ഞിരിക്കുന്നു. അത് എത്ര? 0 ആണ്. So you get -v0 I0 by t into 0. So the result is 0. That means in an inductor average power consumed is 0. ഒരു കമ്പിച്ചുരുൾ വരുന്ന സർക്യൂട്ടിൽ പവർ കൺസംഷൻ ഇല്ല. തിയററ്റിക്കലി കണ്ടക്ടറിന് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ കമ്പിച്ചുരുളിന്റെ തടസ്സം എന്ന് പറയുന്നത്, അതുമൂലം ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം എന്ന് പറയുന്നത് 0 ആണ്. കമ്പിച്ചുരുൾ AC-യെ തടുക്കാൻ ഉപയോഗിക്കാം, അതേസമയം ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഇലക്ട്രോണിക് ചോക്കിൽ നമ്മൾ കോയിൽ ഉപയോഗിക്കുന്നത്. പവർ കൺസപ്ഷൻ ഇല്ല, AC-യെ തടുത്തു തരികയും ചെയ്യും. അപ്പൊ AC-യെ തടുക്കാൻ ഒരു റെസിസ്റ്റൻസോ ഒരു ഇൻഡക്ടറോ കൂടി തന്നാൽ നമ്മൾ ഏതെടുക്കുള്ളൂ? ഇൻഡക്ടർ എടുക്കുള്ളൂ. കാരണം റെസിസ്റ്റൻസ് AC-യെ തടുക്കും, പവർ നഷ്ടം ഉണ്ടാവും. ഇൻഡക്ടർ AC-യെ തടുക്കും, പവർ നഷ്ടമില്ല. തിയറി പ്രകാരം ചെറിയ പവർ ലോസേ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായല്ലോ? ദിസ് ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ ഇൻഡക്ടർ ഈസ് 0 എന്ന് വെച്ചാൽ ഒരു കമ്പിച്ചുരുളിലൂടെ ഒഴുകുന്ന കറണ്ട് പവർ ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. പവർ ഉപയോഗിക്കാത്ത കറണ്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ട്ലെസ് കറന്റ്. ഐഡിൽ കറന്റ് എന്ന് വിളിക്കാറുണ്ട്. കറന്റ് ഫ്ലോയിങ് ത്രൂ ആൻ ഇൻഡക്ടർ ദാറ്റ് കൺസ്യൂംസ് നോ പവർ, സോ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്ലെസ് കറന്റ്. ഓക്കെ, നോക്കൂ, ഒരു കമ്പിച്ചുരുളിനെ സംബന്ധിച്ച് അത് കൊടുക്കുന്ന തടസ്സത്തെ നിങ്ങൾ ലേബൽ ചെയ്തു വെച്ചുള്ളത് XL എന്നായിരുന്നു. വിളിച്ച പേരെന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. XL നമ്മൾ ആർക്ക് പകരം കൊടുത്തത്? ഒമേഗ എല്ലിന് പകരമാണ്. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ക്യാൻ ബി റിട്ടൺ ആസ് XL is equal to 2πfl. ഈ XL is equal to 2πfl ൽ DC ആണെങ്കിൽ, ഡയറക്റ്റ് കറന്റ് ആണെങ്കിൽ ഫ്രീക്വൻസി 0 ആണ്. അപ്പൊ XL-ന്റെ വില എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 0 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം DC കറണ്ടുകൾക്ക് ഒരു കമ്പിച്ചുരുൾ കൊടുക്കുന്ന തടസ്സം 0 ആണ്. എന്ന് വെച്ചാൽ മാക്സിമം ശക്തിയില് കമ്പിച്ചുരുളിലൂടെ DC ഒഴുകും. മനസ്സിലാക്കി വെച്ചോളൂ. നോ ഓപ്പോസിഷൻ തിയററ്റിക്കലി. എന്നാൽ AC-യെ സംബന്ധിച്ച് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ എത്രയാ? 50 ഹെർട്സ് ആണ്. AC-ക്ക് ഫ്രീക്വൻസി ഉണ്ട്, അപ്പൊ തടസ്സം ഉണ്ട്. എത്രയായിരിക്കും കമ്പിച്ചുരുളിൽ കൊടുക്കുന്ന തടസ്സം? XL is equal to 2π into 50 2πf into L 2 into 9 100 πL എന്ന വാല്യൂ ആണ്. And this is the opposition given by inductor against AC.
AC-യെ കമ്പിച്ചുരുൾ തടുക്കും. തടുക്കുന്ന വില ഇതാണ് 50 ഹെർട്സ് ആണെങ്കിൽ ആ 50 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി കൂടി വരുന്ന കറന്റുകളൊക്കെ ആണെങ്കിലോ ഇൻഡക്ടർ AC-യെ തടുക്കുന്ന ശക്തിയും കൂടും. മനസ്സിലാക്കി വെച്ചല്ലോ. അപ്പൊ ഇൻഡക്ടറിന്റെ കപ്പാസിറ്ററിന്റെ വ്യത്യാസം നോക്കിക്കോളൂ, ഇൻഡക്ടറിന്റെയും റെസിസ്റ്റൻസിന്റെയും വ്യത്യാസം നോക്കിക്കോളൂ. റെസിസ്റ്റൻസ് AC-യെ തടുക്കും, പവർ ഉപയോഗിക്കും. കപ്പാസിറ്റർ അല്ല, ഇൻഡക്ടർ AC-യെ തടുക്കും. തടുക്കുന്നതിന്റെ വില ഫ്രീക്വൻസി കൂടുന്തോറും കൂടി വരും, എന്നാൽ പവർ കൺസ്യൂം ചെയ്യില്ല. The new topic, AC through a capacitor. ഇപ്പൊ AC through a resistor കണ്ടു, AC through an inductor കണ്ടു, and the last one is AC through a capacitor. നമുക്ക് കൊടുത്ത വോൾട്ടേജ് എന്ത് തന്നെയാണ്? V equal to V0 sin omega t. സർക്യൂട്ട് ഒരു AC-യിലേക്ക് കപ്പാസിറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, I എന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ എന്ത് എഴുതുക? അപ്ലൈഡ് വോൾട്ടേജ് V സമം V0 sin omega t, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇതിന് അനുയോജ്യമായ രീതിയിൽ കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടെത്തണം. ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചില്ല എന്താ? Q equal to CV എന്നാണ്. Q കിട്ടിയ കറണ്ട് എങ്ങനെയാ കിട്ടുക? I is equal to dQ by dt ആണ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് കണ്ടാൽ കറണ്ട് കിട്ടി. അപ്പൊ ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതി. സോ ദാറ്റ് ഈസ് d by dt of Q equal to CV. അതിൽ V എന്ന് പറയുന്നത് എടുക്കുന്നു. സോ ഐ ക്യാൻ റൈറ്റ് I is equal to d by dt of C into V ക്ക് പകരം V0 sin omega t. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കോൺസ്റ്റന്റ് മാറ്റിയിട്ടു. അപ്പൊ C into V0 പുറത്തേക്ക് വന്നു. d by dt of sin omega t. sin omega t ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? cos omega t ആണ്. അപ്പൊ C into V0 into cos omega t into omega വരും. നേരത്തെ ബൈ ഒമേഗ ആണെങ്കിൽ ഇപ്പൊ ഇൻറ്റു ഒമേഗ ആണ് ഡിഫറൻസിയേഷൻ പ്രകാരം. സോ I is equal to V0, പിന്നുള്ളത് ഒരു C ഒരു ഒമേഗ, അപ്പൊ ഒമേഗ C ആദ്യം എഴുതി, ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവിടെ കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ വോൾട്ടേജിന്റെ ഇക്വേഷന് തടസ്സം എന്നുള്ളൊരു സംഖ്യ കൊണ്ട് ഹരിക്കണം. പക്ഷെ ഇവിടെ ഹരിക്കുക എന്നുള്ളൊരു ടേം ഇല്ല. അതുകൊണ്ട് ഈ ഒമേഗ സിയെ ഞാൻ ഹരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറ്റി എഴുതിയാൽ ഇക്വേഷന് യാതൊരു ചേഞ്ചും ഇല്ലാതെ എനിക്ക് ഇങ്ങനെ എഴുതാം. V0 ഡിവൈഡ് ബൈ 1 by ഒമേഗ സി കോസ് ഒമേഗ ടി. ഇത് തന്നെയല്ലേ ഇത്? മാറ്റൊന്നുമില്ല. അപ്പൊ 1 by ഒമേഗ സി തടസ്സം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കപ്പാസിറ്റർ കൊടുക്കുന്ന തടസ്സത്തിന് തുല്യമായ ആള് 1 by ഒമേഗ സി ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്ററിന്റെ തടസ്സം ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്നത് കൊണ്ടാണ് റിയാക്ടൻസ് എന്ന് വിളിച്ചത്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു 1 by omega c. I can write I equal to V0 by XC cos omega t. വോൾട്ടേജിന്റെ മാക്സിമം വില ബൈ കപ്പാസിറ്റർ കൊടുക്കുന്ന തടസ്സം. സോ ഇറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് കറന്റ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് I0 cos omega t. ഇത് ആവശ്യം വരും പവർ കാണാൻ വേണ്ടി. നോട്ട് ചെയ്ത് വെച്ചേക്കാം. I0 cos omega t. ഫേസ് കമ്പയർ ചെയ്യാൻ നോക്കി ഇക്വേഷൻ നമ്പർ 1ലേക്ക്. പക്ഷെ ഇവിടെ ഒമേഗ ടി സൈനും ഇവിടെ ഒമേഗ ടി കോസുമാണ്. മാറ്റേണ്ടേ? മാറ്റണം. സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്നിനെ കോസ് ഒമേഗ ടിക്ക് തുല്യമായിട്ട് എഴുതാം. എങ്ങനെ റിലേഷൻ വരുന്നെന്നുള്ളത് നമുക്കറിയാം. കോസ് തീറ്റ സമം സൈൻ 90 പ്ലസ് തീറ്റ. സൈൻ 90 പ്ലസ് തീറ്റ കണ്ട കോസ് തീറ്റ ആണ്. ഇവിടെ മൈനസ് എടുത്തു കഴിഞ്ഞാൽ തിരിയും. അതുകൊണ്ടാണ് മൈനസ് അല്ല സൈൻ 90 മൈനസ് തീറ്റ എടുക്കാത്തത്. കാരണം സൈൻ 90 പ്ലസ് തീറ്റയും സൈൻ 90 മൈനസ് തീറ്റയും കോസ് തീറ്റയാണ്. 90 പ്ലസ് തീറ്റയാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സൈൻ 90 പ്ലസ് തീറ്റ ദാറ്റ് ഈസ് സൈൻ π/2 പ്ലസ് തീറ്റയ്ക്ക് പകരം ഒമേഗ ടി. ഈ π/2 പ്ലസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് π/2 ആണ്. മാറ്റൊന്നുമില്ല. അതുകൊണ്ട് കോസ് ഒമേഗ ടിയെ സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് എഴുതാം. ഹിയർ ഐ ക്യാൻ റൈറ്റ് കറന്റ് I is equal to I0 sin omega t plus π/2. ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ എനിക്ക് കറണ്ട് സൈൻ ഫോർമാറ്റിൽ വന്നു, വോൾട്ടേജ് സൈൻ ഫോർമാറ്റിലാണ്. ഇനി എന്ത് ചെയ്യാം? യു ക്യാൻ കമ്പയർ ദ ഫേസ്. കമ്പയറിംഗ് ഇക്വേഷൻ 1 and ഇക്വേഷൻ 2 യു ഗെറ്റ് ദ ഫേസ് ഓഫ് കറന്റ് ആൻഡ് വോൾട്ടേജ് ആർ ഡിഫറെന്റ്. എത്ര വ്യത്യാസമുണ്ട്? π/2 റേഡിയൻ വ്യത്യാസമുണ്ട്. കൂടുതലാണോ കുറവാണോ? പ്ലസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അധികമാണ്. അതിന്റെ അർത്ഥം ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ടിന്റെ വില
വോൾട്ടേജിന്റെ വിലയിൽ നിന്ന് 90 ഡിഗ്രി മുന്നിൽ സഞ്ചരിക്കുന്ന അവസ്ഥയിലാണ്. മുന്നിൽ സഞ്ചരിക്കുക എന്നുള്ളതിനെ വിളിക്കുക ലീഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് കറന്റ് ലീഡ് അപ്ലൈഡ് വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2 റേഡിയൻ. ഓക്കെ, അപ്പൊ ഇൻഡക്ടറിൽ എന്താവും പറയാം, കറന്റ് ലാഗ് ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2 റേഡിയൻ. പുറകിൽ വരിക ലാഗ് ചെയ്യുക, മുന്നിൽ പോവുക ലീഡ് ചെയ്യുക. ഇവിടെ മുന്നിലാണ് പോകുന്നത്. എത്ര? π/2 റേഡിയൻ അഥവാ 90 ഡിഗ്രി. കറന്റ് ലീഡ് അപ്ലൈഡ് വോൾട്ടേജ് ബൈ π/2 റേഡിയൻ. സോ ദ ഫേസർ ഡയഗ്രാം വിൽ ബി. അപ്പൊ ഫേസർ ഡയഗ്രാം വരച്ചാൽ എങ്ങനെയായിരിക്കും? ഫേസർ ഡയഗ്രത്തിൽ ആദ്യം വരയ്ക്കേണ്ട ആള് വോൾട്ടേജ്. വോൾട്ടേജ് വരച്ചു കഴിഞ്ഞാൽ കറണ്ടിന്റെ വില വരുന്നത് 90 ഡിഗ്രി മുന്നിലാണ്. മുന്നിൽ പോകുന്ന ആൾ ആന്റി ക്ലോക്ക് വൈസിൽ അളക്കണം. അപ്പൊ 90 ഡിഗ്രി മുകളിൽ ഇങ്ങോട്ട് വരച്ചു. ഈ വലിപ്പത്തിൽ ഇത് വരയ്ക്കാൻ പാടില്ല, കാരണം വോൾട്ടേജിന്റെ ആരോ മാർക്ക് വലുതും കറണ്ടിന്റെ ചെറുതുമാണ്. സോ ദിസ് ഈസ് കറന്റ് ആൻഡ് ദിസ് ഈസ് ദ ലീഡിങ് ആംഗിൾ π/2 റേഡിയൻ. വോൾട്ടേജ് അത് നമുക്ക് ആദ്യം വരയ്ക്കാം. കറണ്ട് 90 ഡിഗ്രി മുന്നിൽ എന്ന് പറഞ്ഞപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് പിടിച്ചു, കറണ്ട് വരച്ചു π/2 റേഡിയൻ. കറന്റ് ലീഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2 റേഡിയൻ. ഇപ്പോൾ വോൾട്ടേജിന്റെ ഇക്വേഷനായി, കറന്റിന്റെ ഇക്വേഷനായി, ഫേസ് കമ്പയർ ചെയ്തു, ഫേസർ ഡയഗ്രാം വരച്ചു. ഇനി വേണ്ടത് എന്താ? പവർ കണ്ടെത്തുക. ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ എ കപ്പാസിറ്റർ. P average is equal to integral 0 to t voltage into current into dt by capital T. That is equal to integral 0 to t voltage equation da V0 sin omega t. Current equation I0 cos omega t dt by capital T. Constant കൾ മാറ്റിയിട്ടാ V0 I0 by capital T. Integral 0 to t sin omega t cos omega t dt. Sin omega t cos omega t dt യുടെ ഉത്തരം എന്താ? 0 ആണ്. So you get V0 I0 by t into 0, that is power consumed is 0. അപ്പോൾ ഒരു ഇൻഡക്ടറിന്റെ അതേ ഉത്തരമാണ് കപ്പാസിറ്റർ തരുന്നത്. ഒരു ഇൻഡക്ടറിന് എന്താ പറഞ്ഞത്? ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ an ഇൻഡക്ടർ is 0. അപ്പൊ ഇവിടെയും പറയാം ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ a കപ്പാസിറ്റർ is also 0. കപ്പാസിറ്റർ കൺസ്യൂംസ് നോ പവർ. ഓക്കെ, അതേസമയം അയാള് എ സിയോട് എങ്ങനെയാണ് പ്രതികരിക്കണമെന്ന് കൂടി നോക്കണം. തടസ്സപ്പെടുത്തുകയാണോ ഫ്രീക്വൻസിക്ക് അനുസരിച്ച്, ഒഴുക്കി വിടുകയാണോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് കപ്പാസിറ്ററിന്റെ തടസ്സത്തെ കുറിച്ച് നോക്കാം. എക്സ് സി ഈക്വൽ ടു 1/ωc, ദാറ്റ് ഈസ് 1/2πfc. ഡി സി ആണെങ്കിൽ എന്താ പ്രത്യേകത? ഫ്രീക്വൻസി 0. ഫ്രീക്വൻസി 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1/2π into 0 into c, that is 1/0, that is infinity. അതിന്റെ അർത്ഥം ഒരു കപ്പാസിറ്ററിൽ നിങ്ങൾ ഡി സി ആണ് കൊടുക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ അയാളെ സർവ്വശക്തിയും എടുത്ത് ഡി സിയെ ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്റർ ഡി സിയെ പാസ് ചെയ്യിക്കില്ല, തടസ്സപ്പെടുത്തും എന്നാണ് അർത്ഥം. കാരണം അയാൾ കൊടുക്കുന്ന ഓപ്പോസിഷൻ മാക്സിമം ആണ്. നമുക്ക് പറയാൻ പറ്റുക കപ്പാസിറ്റർ ബ്ലോക്ക് ഡി സി. എ സി കൊടുത്താലോ? എ സി കൊടുത്താൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന എ സിക്ക് എത്ര ഹെർട്സാ? 50 ഹെർട്സാ. അങ്ങനെയാണെങ്കിൽ എക്സ് സിയുടെ വില എന്താ? 1/2π into 50 into c, that is 1/100πc എന്ന് കിട്ടും. എ സി കപ്പാസിറ്ററിൽ കൊടുക്കുമ്പോൾ തടസ്സമുണ്ട്, ശരിയാണ്. കാരണം ഒരു വില ഇവിടെ വരുന്നുണ്ട്, ചെറിയ വിലയാണ്, ഇതുപോലെയല്ല. ആ തടസ്സത്തിന്റെ വില ഫ്രീക്വൻസി വർദ്ധിച്ച് വരും തോറും തടസ്സത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. എ സി കപ്പാസിറ്ററിലൂടെ ഒഴുകും എന്നാണ് അതിന്റെ അർത്ഥം. ഡി സിയോ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. നേരത്തെ പറഞ്ഞ ഇൻഡക്ടറിന് വ്യത്യാസമാണ് കേട്ടോ. ഇൻഡക്ടർ ഡി സിയോട് ഒഴുകിക്കോളാൻ പറയും, എ സിയെ തടുക്കാൻ ശ്രമിക്കും. കപ്പാസിറ്റർ ഡി സിയെ കടത്തിവിടില്ല, എ സിയോട് പോയിക്കോളാൻ പറയും. പോകുന്നതിന്റെ അളവ് ഫ്രീക്വൻസി കൂടുന്തോറും എളുപ്പം പോയിക്കോളാൻ പറയും. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ നമുക്ക് നല്ല പരിചയമുള്ള ഡിവൈസ് ആണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ് ട്രാൻസ്ഫോമർ. ഏത് ഡിവൈസ് ആയാലും ഒരു പ്രൊസീജിയറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എയിം, പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്. എന്തെങ്കിലും ഊർജ്ജ നഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി വേണമെങ്കിൽ ചേർത്ത് പറയാം. അതുകൊണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്ത് ഡിവൈസ് ആണെന്ന് ആദ്യം പറയാം. ട്രാൻസ്ഫോമർ എന്തിനുള്ള ഉപകരണം? ട്രാൻസ്ഫോമർ നമ്മളെ വീട്ടിലൊക്കെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൂട്ടിത്തരുന്ന ഉപകരണമായിട്ടാണ് നമുക്ക് പരിചയമുള്ളത്. യഥാർത്ഥത്തിൽ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കൂട്ടുന്നതുമുണ്ട്,
വോൾട്ടേജ് കുറയ്ക്കുന്നതുമുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. എന്തായാലും വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും, വോൾട്ടേജ് എന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇപ്പൊ ഇലക്ട്രിക്കൽ എനർജിയെ ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലെ കൈമാറ്റം ചെയ്യാനുള്ള ഉപകരണത്തിന്റെ പേരാണ് ട്രാൻസ്ഫോമർ. ഇറ്റ് ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജി, transform electrical energy from one circuit into another circuit without any loss in energy. അങ്ങനെ ഊർജ നഷ്ടമില്ലാതെ ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കൊണ്ട് ട്രാൻസ്ഫോമറിന്റെ ഈ കൈമാറ്റത്തിൽ ഫ്രീക്വൻസി മാറുന്നില്ല എന്നുള്ളതാണ്. സോ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജി from one circuit into another circuit, from one part into another part without any change in frequency. ഫ്രീക്വൻസിയിൽ ഒരു മാറ്റമില്ലാതെ ഊർജ്ജത്തെ കൈമാറ്റം ചെയ്യാനുള്ള ഉപകരണമാണ്. അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കൈമാറ്റം ചെയ്യാം, നിങ്ങൾക്ക് കറണ്ട് വർദ്ധിപ്പിച്ച് കൈമാറ്റം ചെയ്യാം. വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കൈമാറ്റം ചെയ്താൽ കറണ്ട് കുറഞ്ഞിരിക്കും. വോൾട്ടേജ് കുറച്ചിട്ടാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ കറണ്ട് കൂടിയും ഇരിക്കും. കാരണം ഇലക്ട്രിക്കൽ എനർജിയിൽ ഒരു മാറ്റവുമില്ലാതെ കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ഇവിടെ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി, പ്രൈമറിയിൽ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ കിട്ടണമെന്നാണ് അർത്ഥം. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എങ്ങനെ എഴുതുക? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. അപ്പുറത്ത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. ആദ്യ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന V1 I1 ആണെങ്കിൽ അടുത്ത സ്ഥലത്ത് നമ്മൾ എന്ത് വിളിക്കാം? V2 I2. രണ്ട് ഭാഗത്ത് സമയം ഒരുപോലെ ആയതുകൊണ്ട് ടൈമിന് ഒഴിവാക്കിയാൽ ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻ വൺ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു അതർ സർക്യൂട്ട്. ദർ ഈസ് എനി ലോസ് ഓഫ് എനർജി തിയററ്റിക്കലി. സോ എയിം ഈസ് ഫിക്സഡ്. It is a device used to transfer electrical energy from one circuit into another circuit without any change in energy and frequency. But there may be changes in voltage and current. ഇലക്ട്രിക്കൽ എനർജിയെ ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ എനർജി നഷ്ടം ഉണ്ടാവരുത്, ഫ്രീക്വൻസി മാറരുത്. പക്ഷെ നിങ്ങൾക്ക് വോൾട്ടേജിനോ കറണ്ടിനെയോ മാറ്റാം. അത് ചെയ്തിരുന്ന ഉപകരണത്തിന്റെ പേരാണ് ട്രാൻസ്ഫോമർ. Then principle. എന്താണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? നോക്കൂ, ട്രാൻസ്ഫോമറിന്റെ സർക്യൂട്ടിൽ ഒരു കോയിൽ ഉള്ളതിന് അപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ കിട്ടുകയാണ്. ഒരു ഇൻഡക്ഷൻ ആണത്. ഒന്നിൽ നിന്ന് അടുത്തിലേക്കുള്ള ഇൻഡക്ഷനെ വിളിക്കുന്ന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ്. സോ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ട്രാൻസ്ഫോമർ ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇപ്പൊ എയിമായി പ്രിൻസിപ്പിളായി. ദെൻ കൺസ്ട്രക്ഷൻ. ആൻഡ് ദിസ് ഈസ് ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന് പ്രധാനമായിട്ട് രണ്ട് സർക്യൂട്ടുകളാണുള്ളത്. ഒരു പ്രൈമറി സർക്യൂട്ട്, ഒരു സെക്കൻഡറി സർക്യൂട്ട്. ഒരു പച്ചിരുമ്പ് കോറിന്റെ മുകളിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയറുകൾ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സെക്ഷൻ വിളിക്കുന്ന പേരാണ് പ്രൈമറി. അതിന്റെ മുകളിൽ ചുറ്റിയെടുക്കുന്ന രണ്ടാമത്തെ സെക്ഷന്റെ പേരാണ് സെക്കൻഡറി. പ്രൈമറിയിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്താൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത സെക്കൻഡറിയിൽ കിട്ടുന്നത് ഫ്ലക്സ് ചേഞ്ചിന്റെ ഫലമായിട്ട്. അങ്ങനെ ഫ്ലക്സ് ചേഞ്ചിന്റെ ഫലമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്തായത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ദിസ് ഈസ് ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഫോമർ. അതിന് പച്ചിരുമ്പ് കോറുണ്ട്. പച്ചിരുമ്പിന്റെ കോറിന്റെ മുകളിൽ ആദ്യം ചുറ്റിയിരിക്കുന്ന കോയിലിനെ പ്രൈമറി എന്ന് വിളിക്കും. അതിന്റെ മുകളിൽ ചുറ്റിയിരിക്കുന്ന കോയിലിനെ സെക്കൻഡറി എന്ന് വിളിക്കും. പ്രൈമറിയിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും, സെക്കൻഡറിയിൽ മാറ്റങ്ങൾക്ക് ശേഷം ഇലക്ട്രിക്കൽ എനർജി തുല്യമായ അളവിൽ കിട്ടും. അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ ചിലപ്പോൾ വോൾട്ടേജ് കൂടും, ചിലപ്പോൾ വോൾട്ടേജ് കുറയുകയൊക്കെ ചെയ്യും. മനസ്സിലായല്ലോ? ഞാൻ പ്രൈമറിയിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിന്റെ പേരെന്താ? VP. ഒഴുകുന്ന കറന്റ് IP. ഇവിടെയുള്ള ചുറ്റുകളുടെ എണ്ണം NP ആണെന്ന് വിളിച്ചോളൂ. സെക്കൻഡറിയിലേക്ക് വന്നു, അവിടെ കിട്ടിയ വോൾട്ടേജിനെ ഞാൻ VS എന്ന് വിളിക്കണു, കറണ്ടിനെ ഞാൻ സെക്കൻഡറി കറന്റ് IS എന്ന് വിളിക്കണു. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് NS ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലെയും വോൾട്ടേജുകൾ തമ്മിലുള്ള റിലേഷനാണ് ഞാനന്ന് കണ്ടെത്താൻ പോകുന്നത്. നിങ്ങൾ ഇതിലേക്ക് കൊടുക്കുന്നത് AC ആണ്. AC പ്രൈമറി കോയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് ചുറ്റുവട്ടത്തുള്ള ഫ്ലക്സ് നിരന്തര മാറ്റത്തിന് വിധേയമാവും. ഒരു സെക്കൻഡിൽ 50 തവണ ഡയറക്ഷൻ മാറ്റുന്ന ആളാണ് AC. ആ മാറ്റത്തിന്റെ ഭാഗം അപ്പുറത്തെ കോയിലിലേക്ക് കിട്ടുകയും രണ്ടാമത്തെ കോയിൽ ഇതേ ഫ്ലക്സ് ചേഞ്ചിൽ ഇരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് ഈ കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും ഫാരഡെ ലോ പ്രകാരം. അപ്പൊ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും.
ഈ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജും പ്രൈമറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. ഇതിലൂടെ എ സി കടന്നു പോകുമ്പോൾ ഒരു ചുറ്റിനെ ബന്ധപ്പെട്ട് വരുന്ന ഫ്ലക്സ് ഫൈ ആണെന്ന് വിചാരിച്ചു. എത്ര ചുറ്റുണ്ട്? എൻ പി. അതുകൊണ്ട് പ്രൈമറിയിലെ ആകെ ഫ്ലക്സ് എന്ന് പറയുന്നത് എൻ പി ഇൻറ്റു ഫൈ ആയിരിക്കും. ശരിയല്ല? പ്രൈമറിയിലെ ആകെ ഫ്ലക്സ് ആണിത്. ഇതേപോലെ ഇതേ ഫ്ലക്സ് സെക്കൻഡറിയിൽ കിട്ടുന്നുണ്ട്. സെക്കൻഡറിയിലെ ഒരു ചുറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്ലക്സ് ഫൈ എസ്. സെക്കൻഡറിയിലെ ഒരു ചുറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്ലക്സ് ഇവിടെ ഉള്ളത് അവിടെയും കിട്ടുമെന്നാണ് തിയറി. അപ്പൊ ഒരു ചുറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്ലക്സ് ഫൈ. ആകെ ഫ്ലക്സ് എത്രയായിരിക്കും? അവിടുത്തെ ആകെ ചുറ്റ് ns into phi. So this is a secondary flux. ഇത് പ്രൈമറി ഫ്ലക്സ് ആണെങ്കിൽ ഇത് സെക്കൻഡറി ഫ്ലക്സ് ആണ്. So when I divide secondary flux with primary flux, you get ns by np. That is phi s is equal to ns by np into phi primary. ഫ്ലക്സ് ഉണ്ടെങ്കിൽ ഫ്ലക്സിലെ മാറ്റം കണ്ടാൽ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് കിട്ടും. Because by Ohm's law because by Faraday's law E equal to d phi by dt. That means on differentiating this equation, d phi s by dt is equal to ns by np into d phi p by dt. What is d phi s by dt? It is the induced EMF in the secondary. So it is vs or es. ഏതായാലും കുഴപ്പമില്ല, രണ്ട് ഈക്വൽ ആണ്. Vs, that is equal to ns by np into d by dt of phi p is vp. That is vs by vp is equal to ns by np. And this is the voltage relation in a transformer. ns by np is called turn ratio of a transformer. ഈ ടേൺ റേഷ്യോ ആണ് ഒരു ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ തീരുമാനിക്കുന്നത്. ഇഫ് ns ഗ്രേറ്റർ ദാൻ np, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ യു ഗെറ്റ് vs ഗ്രേറ്റർ ദാൻ vp. പ്രൈമറിയിൽ കൊടുത്ത വോൾട്ടേജിനേക്കാൾ വലിയ വോൾട്ടേജ് കിട്ടും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ട്രാൻസ്ഫോമർ ഒക്കെ അങ്ങനത്തെയാണ്. അത്തരം ട്രാൻസ്ഫോമറുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കണ്ടീഷൻ എന്താ? സെക്കൻഡറിയിലെ ടേൺസിന്റെ എണ്ണം പ്രൈമറിയേക്കാൾ കൂട്ടിയിരിക്കണം. നേരെ തിരിച്ച് ടേൺ റേഷ്യോ വരുന്നത് ns ലെസ് ദാൻ np എന്നാണെങ്കിൽ യു ഗെറ്റ് ദ ആൻസർ vs ലെസ് ദാൻ vp. സെക്കൻഡറിയിലെ വോൾട്ടേജിന്റെ വില പ്രൈമറി കൊടുത്ത വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും. ഇപ്പൊ വലിയ വോൾട്ടേജ് കൊടുത്തിട്ട് ചെറിയ വോൾട്ടേജ് മേടിക്കുന്ന ട്രാൻസ്ഫോമറുകൾ ഉണ്ട്. പവർ സ്റ്റേഷനിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് അത്തരം ട്രാൻസ്ഫോമറുകൾ വെച്ചുകൊണ്ടാണ്. ഇത്തരം ട്രാൻസ്ഫോമറുകൾ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിൽ കുറവും പ്രൈമറിയിൽ കൂടുതലുമാണ്. മനസ്സിലായല്ലോ? നോക്കൂ, നമ്മളിങ്ങനെ വോൾട്ടേജിനെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ട്രാൻസ്ഫോമർ കൊണ്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇലക്ട്രിക്കൽ എനർജി എത്രയാണോ കൊടുത്തത് അത്ര തന്നെ ഇവിടെ കിട്ടുകയുള്ളൂ. ഒരു 10 ജൂൾ ഇവിടെ കൊടുത്ത ഇവിടെ 10 ജൂളെ പ്രതീക്ഷിക്കാവൂ. 10 ജൂള് കിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ തിയററ്റിക്കലി 10 ജൂളെ പ്രതീക്ഷിക്കാവൂ. പക്ഷെ അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ വോൾട്ടേജിനെ കൂട്ടാം, വോൾട്ടേജിനെ കുറയ്ക്കാം. ഇതാണ് പറഞ്ഞു വെച്ചത്. വോൾട്ടേജ് കൂടുന്ന സ്ഥലത്ത് കറണ്ടിന്റെ വില കുറഞ്ഞേ മതിയാവൂ. കാരണം ഇലക്ട്രിക്കൽ എനർജി മാറ്റമില്ലാണ്ട് കിട്ടണം. അതേപോലെ വോൾട്ടേജ് കുറയുന്ന സ്ഥലത്ത് കറണ്ടിന്റെ വില കൂടിയേ മതിയാവൂ. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് കോൺസ്റ്റന്റ് വരണമെങ്കിൽ അതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത്തരം ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനേക്കാൾ ചെറുതായേ മതിയാവും. കാരണം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് സെക്കൻഡറിയിലെ തുല്യമായിരിക്കണം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് പ്രൈമറിയിലെ. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ തത്വം. vs ഇൻറ്റു is is equal to vp ഇൻറ്റു ip. അപ്പൊ vs ബൈ vp കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നേരെ തിരിയും, ip ബൈ is ആണ്. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. vs ബൈ vp is equal to ns ബൈ np is equal to ip ബൈ is. എവിടെ വോൾട്ടേജ് കൂടുന്നുവോ അവിടെ കറണ്ടിന്റെ വില കുറഞ്ഞിരിക്കണം ട്രാൻസ്ഫോമറിൽ. ഇപ്പൊ സെക്കൻഡറി
വോൾട്ടേജ് കൂടുതൽ കിട്ടുന്ന ട്രാൻസ്ഫോമറിൽ കറണ്ട് കുറവായിരിക്കും. സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവ് കിട്ടുന്ന ട്രാൻസ്ഫോമറിൽ കറണ്ട് കൂടുതലായിരിക്കും. വോൾട്ടേജ് കൂടിയാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് കുറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, നൗ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിന്റെ ക്ഷമത എത്രയാണെന്നുള്ളതാണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ ക്ഷമത എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എനർജി ഡിവൈഡ് ബൈ ഇൻപുട്ട് എനർജിയാണ്. ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി, ഇൻപുട്ടിൽ എന്ത് കൊടുത്തു. സോ എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. നമ്മളിവിടെ എനർജി എടുക്കുന്നത് കൊണ്ട് വി ഐ ഔട്ട്പുട്ട് ആണ്. ഇപ്പൊ വി എസ് ഇൻറ്റു ഐ എസ് ഡിവൈഡഡ് ബൈ വി പി ഇൻറ്റു ഐ പി. രണ്ടിലും വേണമെങ്കിൽ ടി കൊടുക്കട്ടെ, എനർജി അല്ലേ, പക്ഷെ അത് ക്യാൻസൽ ചെയ്തു പോകും, അതുകൊണ്ട് അർത്ഥമില്ല. സോ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഈറ്റ ഈക്വൽ ടു വി എസ് ബൈ ഐ എസ് ഡിവൈഡ് ബൈ വി പി ബൈ വി പി ഇൻറ്റു ഐ പി. നോക്കൂ, നോർമലി എഫിഷ്യൻസി എന്ന് പറയേണ്ടത് തിയറി പ്രകാരം കിട്ടേണ്ടത് 1 ആണ്. കാരണം ഔട്ട്പുട്ടിൽ കിട്ടുന്ന എനർജി ഇൻപുട്ടിൽ കൊടുത്ത എനർജിക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. 1 എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻസി വരേണ്ടത് തിയറി പ്രകാരം കേട്ടോ. പക്ഷെ നമുക്കറിയാം ഒരു ഡിവൈസിന് 100% എഫിഷ്യൻസി ലോകത്തില്ല. അപ്പൊ ട്രാൻസ്ഫോമറിന് തിയറി പറയുന്നത് പ്രകാരം ഈ നമ്മൾ കൊടുത്തത് മുഴുവൻ സെക്കൻഡറിൽ എനർജിയുടെ കിട്ടുന്നൊന്നുമില്ല, കുറെ നഷ്ടങ്ങളുണ്ട്, അതിന്റെ ബാക്കിയേ വരുള്ളൂ. എന്തൊക്കെയാണ് ട്രാൻസ്ഫോമറിലെ എനർജി ലോസസ് എന്ന് ചോദിച്ചാൽ, ട്രാൻസ്ഫോമറിലെ പ്രധാനമായിട്ട് എനർജി ലോസ് ഒന്ന്, ട്രാൻസ്ഫോമറിന്റെ കോയിൽ എന്ന് പറയുന്നത് കോപ്പറിലൂടെ കറണ്ട് പോയാൽ ചൂടാവും. O ബൈ H = I square RT, ജൂൾസ് ഹീറ്റിംഗ് ലോ പ്രകാരം. അതുകൊണ്ട് ജൂൾസ് ഹീറ്റിംഗ് ലോ പ്രകാരം ഒരു എനർജി ലോസ് ട്രാൻസ്ഫോമറിൽ ഉണ്ടാവും. അപ്പൊ കൊടുത്തത് മുഴുവൻ അപ്പുറത്ത് എത്തുന്നില്ല, കുറച്ച് നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടോ. ഇതാണ് പ്രാക്ടിക്കൽ. തിയറിയാണ് 100% പറയുന്നത്, പക്ഷെ പ്രാക്ടിക്കൽ അത് നടക്കില്ല. ഏതാ ഒന്നാമത്തെ എനർജി ലോസ് എന്ന് പറയുന്നത് ജൂൾസ് ലോസ്. ഇതിനെ കോപ്പർ ലോസ് എന്നും വിളിക്കാറുണ്ട്. രണ്ടാമത്തത്, ഇതിലെ പച്ചിരുമ്പ് കോറുണ്ട് ട്രാൻസ്ഫോമർ. ഒരു പച്ചിരുമ്പ് കോർ എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ആണ്. ഒരു പ്ലേറ്റിലെ AC ചുറ്റിയ കോയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ AC കടന്നു പോകുമ്പോൾ പച്ചിരുമ്പിന്റെ കോറിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവും. എഡ്ഡി കറണ്ട് ആ പ്ലേറ്റിനെ ചൂടാക്കും. ട്രാൻസ്ഫോമറിന്റെ പ്ലേറ്റ് ചൂടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത എനർജിയിലെ കുറച്ച് ഭാഗം എഡ്ഡി കറണ്ട് പ്രകാരം എനർജി ലോസ് ആയിട്ട് വന്നു, അതും നഷ്ടമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ എനർജി ലോസിനെ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറന്റ് ലോസ്. ഇതിനെ അയേൺ ലോസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ കോപ്പർ ലോസ് ആയി, അയേൺ ലോസ് ആയി. മൂന്നാമത്തത്, ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് വരും. കുറച്ചൊക്കെ പഴക്കം ചെന്ന ട്രാൻസ്ഫോമറായി നല്ല സൗണ്ട് വരും. ഒരു വടി എടുത്ത് വായുവിൽ വീശി നോക്കിയ സൗണ്ട് വരും. ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റുകൾ AC ഇങ്ങനെ വൈബ്രേഷൻ നടത്താൻ തുടങ്ങും. വലിയ പഴക്കം ചെന്ന ട്രാൻസ്ഫോമർ ആണെങ്കിൽ നല്ല വൈബ്രേഷൻ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് വരും, ഒരു മൂളാക്കം വരും. സൗണ്ട് ഒരു എനർജിയുടെ രൂപമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവും സൗണ്ടിന്റെ രൂപത്തിലുള്ള നഷ്ടത്തെ വിളിക്കുന്ന പേരാണ് ഹമ്മിങ് ലോസ്. അപ്പൊ നഷ്ടം 3 ആയിട്ടാണ്. നാലാമതൊരു നഷ്ടമുണ്ട്, ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്ന ഒരു ലോസ് ഉണ്ട്. AC-യിൽ പച്ചിരുമ്പ് കാന്തമായി മാറും. കാന്തമായി മാറുന്ന പച്ചിരുമ്പ് 2 ഡയറക്ഷനിലേക്ക് കാന്തമായി മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഫലമായി ആറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന അവസ്ഥ വരും. എനർജി ലോസ് ഉണ്ടാവും. ആ പദാർത്ഥം കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ചൂടാവും. അതുകൊണ്ട് ആ ഊർജ്ജ നഷ്ടത്തെ വിളിക്കുക ഹിസ്റ്റെറിസിസ് ലോസ് എന്നാണ്. ഇത്രയും നഷ്ടങ്ങൾ ട്രാൻസ്ഫോമർ ഉണ്ട്. അത് കൂടാതെ ഒന്നും കൂടെ ഉള്ളത്, നമ്മൾ പറയുന്നത് പ്രൈമറിയിലെ ഫ്ലക്സ് മൊത്തമായി സെക്കൻഡറിയിൽ കിട്ടുന്നതാണ്. നമ്മൾ എത്ര ടൈറ്റിൽ ചുറ്റിയാലും പ്രൈമറിയിലെ ഫ്ലക്സ് മുഴുവൻ സെക്കൻഡറി കിട്ടാറില്ല. ഒരു ചെറിയ ഫ്ലക്സിന്റെ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടത്തെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ലീക്കേജ്. These are the important energy losses in a transformer. Because of this energy losses, efficiency of transformer not equal to 100%. ഒരിക്കലും 100% ഉണ്ടാവില്ല. എന്തായിരിക്കും? It will be always less than 100%. ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി 100%-ത്തിൽ താഴെ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, താങ്ക് യു. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് alternating current.